ഹലോ ഫ്രണ്ട്സ്, നമ്മളിത് ചെയ്യാൻ പോകുന്നത് കപ്പ ബിരിയാണി. അത് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. 4 കിലോ കപ്പ വാങ്ങിയിട്ടുണ്ട്. 4 കിലോ കപ്പയും ബീഫും വെച്ചിട്ടുള്ള പരിപാടിയാണ്. അതൊന്ന് കണ്ടു നോക്കാം. സവാള കുനുകുന അരിയ, പിന്നെ നമുക്ക് വെളുത്തുള്ളി കുറച്ച് തൊലി പോക്കിയിട്ട് അത് നന്നായിട്ട് ചെറുതാക്കി ഇതേപോലെ മുറിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചി എടുക്കണം. ഇഞ്ചി അതേപോലെ തന്നെ അരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ നമ്മൾ പച്ചമുളക് കഴിഞ്ഞ് പിന്നെ ഞാനിപ്പോൾ എടുത്തൊരു കൊട്ട തേങ്ങയാണ്. നിങ്ങൾ നോർമലി പച്ചത്തേങ്ങ എടുത്താലും മതി. ഇതേപോലെ തേങ്ങാക്കൊത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ അരിഞ്ഞെടുക്കുക. ഒരു ചെറിയ പാത്രം എടുക്കുക. അതിൽ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കട്ട് ചെയ്ത കപ്പ കഷ്ണങ്ങളൊന്ന് പുഴുങ്ങിയെടുക്കണം. കപ്പ കഷ്ണം ഒന്ന് കുറച്ച് ഉപ്പിട്ടിട്ട് കല്ലുപ്പിട്ടിട്ട് ഒന്ന് പുഴുങ്ങിയെടുക്കുക. മഴ നല്ലോണം തകൃതിയായിട്ട് പെയ്യുന്നുണ്ട്. നമുക്കിനി ഒന്ന് കപ്പ നോക്കി നോക്കാം. അയവ സെറ്റായി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇനി കഴുകി വെച്ച ബീഫ് നമ്മളൊന്ന് കുക്കറിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. എന്നാലും നമുക്ക് കറക്റ്റ് വേവ് കിട്ടുള്ളൂ. അടുപ്പിൽ വെച്ചിട്ട് ചെയ്യുന്നല്ലേ. അതിനായിട്ട് ഒരു 4 വിസിൽ വരുന്ന രീതിയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് നമുക്ക് വിസിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ആ സെറ്റാക്കി മാറ്റി വെക്കാം. അതിനുശേഷം നമ്മൾ ഒരു ചട്ടി എടുക്കുക, ഓയിൽ വയ്ക്കുക. അതിൽ നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ച തേങ്ങാക്കൊത്തൊന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്ന രീതിയിൽ സെറ്റായിട്ട് നമ്മളങ്ങ് പെട്ടെന്ന് തന്നെ കോരിയെടുക്കണം. അത് മതി. പിന്നെ ഈ രീതിയിൽ ആയിക്കഴിഞ്ഞാൽ നമ്മൾ കോരിയെടുക്കാം. അതിന് ശേഷം നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയെടുത്തത്, കറിവേപ്പില ഫ്ലേവറിനാണ്, കറിവേപ്പില ഇട്ടിട്ടൊന്ന് ചെമ്പോക്കുക. ഇതിലാണ് നമ്മൾ ബിരിയാണി വെളിച്ചെണ്ണ. അതിന് ശേഷം നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള, മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, പിന്നെ നമ്മൾ നേരത്തെ ബീഫും പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക.
നല്ലോണം മിക്സ് ചെയ്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ കപ്പ ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ബിരിയാണി ദമ്മിട്ടെടുക്കാൻ പോവാണ്. കപ്പ ബിരിയാണിയാണ് ദമ്മിടാൻ പോകുന്നത്. അതിന് നമ്മൾ തേങ്ങാക്കൊത്തിട്ട് കൊടുക്കാം. അതിന് മുകളിലായിട്ട് ചിരകിയ വറുത്ത തേങ്ങ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഗരം മസാല ഇട്ട് കൊടുക്കാം. അല്പം മീറ്റ് മസാല ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് നേരം ദമ്മിൽ കിടക്കട്ടെ. ഫൈനൽ പരിപാടിയിൽ കടുകും കറിവേപ്പില ഇട്ടിട്ട് നമുക്കൊന്ന് വറവിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സർവ് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്ന് അഭിപ്രായം ചോദിച്ചു നോക്കാം. ഞാനൊന്ന് കഴിച്ചോ. എല്ലാവർക്കും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്യാൻ പറ്റിയ സെറ്റപ്പ് സാധനമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. വ്യത്യസ്തമായ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.